ക്ഷേമ പെൻഷൻ മലപ്പുറം പരാമർശങ്ങൾക്ക് പിന്നാലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയായി ബക്രീദ് അവധി വിവാദവും. പ്രഖ്യാപിച്ച അവധി മാറ്റിയത് ആരെങ്കിലും പ്രീണിപ്പിക്കാനാണോ എന്നാണ് മുസ്ലിം ലീഗിന്റെ ചോദ്യം. ഒരു ജനവിഭാഗത്തിനോടുള്ള പ്രതികാരമാണ് സർക്കാർ നിലപാടിന് പിന്നിലെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം വിമർശിച്ചു. നേരത്തെ വെള്ളിയാഴ്ച ഒഴിവ് കൊടുത്താണ്, സർക്കാർ ഓഫീസുകൾക്കും വിദ്യാലയങ്ങൾക്കും ഒഴിവ് കൊടുത്താണ്. ഒരു ആവശ്യമില്ലാതെ ഇന്നലെ അത് റദ്ദാക്കിയാണ്. മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിക്കുക, അവരോട് എന്തോ പ്രതികാരം നിർവഹിക്കുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണം, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായത്. BJPയേക്കാൾ സംഘപരിവാറിനേക്കാൾ വലിയ വർഗീയതയും ഫാസിസവും നടപ്പാക്കുന്നത് ഇടതുപക്ഷമാണ്. എന്നാൽ പ്രതിപക്ഷ വിമർശനത്തിനെതിരെ CPIM രംഗത്തെത്തി. എല്ലാത്തിലും വിഷം കലർത്താൻ വേണ്ടിയാണ് UDFന്റെ ശ്രമമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി നൽകി. ഒരു ഭാഗത്ത് ന്യൂനപക്ഷ വിഷമാണെങ്കിൽ മറുഭാഗത്ത് ഭൂരിപക്ഷ വിഷമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എല്ലാം വർഗീയമാണ്. ഓരോന്നിൻ്റെയും മേലെ മെല്ലെ വർഗീയതയിലേക്ക് എത്തിക്കാനാണ് ഓരോരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ കുറച്ച് വർഗീയത കലർത്താൻ വേണ്ടി ശ്രമിക്കും. അത് വിഷമാണ്. ഈ വിഷവും കൊണ്ട് നടക്കുന്ന കോറാണുണ്ട് ഇവിടെ. അത് ഒരു ഭാഗത്ത് ന്യൂനപക്ഷത്തിൻ്റെ വിഷമാണ്, വേറൊരു ഭാഗത്ത് ഭൂരിപക്ഷത്തിൻ്റെ വിഷമാണ്. ഈ രണ്ട് വിഷവും കൊണ്ട് നടക്കുന്നവർ ജനങ്ങളോട് രക്ഷപ്പെടും. പ്രതിപക്ഷത്തിൻ്റേത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണെന്ന് മന്ത്രി V ശിവൻകുട്ടിയും പറഞ്ഞു. ഒരു വിമുഖതയല്ലായിരുന്നു നമുക്ക്. പത്രങ്ങളിലുണ്ടായിരുന്നത് 6-ാം തീയതി 5-6 അല്ലേ, 5-6 എന്നുള്ള നിലയിലാണ് നേരത്തെ കണ്ടിരുന്നത്. അത് പെട്ടെന്ന് മാറിയപ്പോൾ വന്ന ഒരു ആലോചനയ്ക്ക് വന്ന ഒരു സമയം മാത്രമേ എടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചുകൊണ്ട് ഒരു 7-7 മണിയോടുകൂടി അതിൻ്റെ അവധി പ്രഖ്യാപിച്ചു. അതിനൊരു പ്രതിഷേധത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സങ്കടത്തിൻ്റെയോ ഒന്നും ഒരു പ്രശ്നമില്ല. അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുകയാണ്. എന്ത് ചെറിയ കാര്യം കിട്ടിയാലും രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടിയാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടെ പ്രചാരണത്തിന് പണം കണ്ടെത്താൻ ക്രൗഡ് ഫണ്ടിംഗ് അഭ്യർത്ഥനയുമായി സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറും രംഗത്തു വന്നു. V ദിലീപ് കുമാറും ഒപ്പം വിപിൻ C വിജയനും വിശദാംശങ്ങളുമായി ചേരുകയാണ് നിലമ്പൂരിൽ നിന്നും. ആദ്യം V ദിലീപ് കുമാറിലേക്ക്. ദിലീപ് കുമാർ, നിലമ്പൂരിലേതൊരു ഉപതെരഞ്ഞെടുപ്പല്ല, അതിന് പകരം ഒരു യഥാർത്ഥ പൂർണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വാശിയും വീറുമൊക്കെ നിലമ്പൂരിൽ കാണാൻ കഴിയുന്നു. കാരണം ഓരോ ദിവസവും പുതിയ വിഷയങ്ങൾ അവിടെ ചർച്ചയാകുന്നു. ഏറ്റവും ഒടുവിൽ ഈ ബക്രീദ് അവധി വിവാദവും അവിടെ രാഷ്ട്രീയ വിഷയമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്താണ്, ഏത് രീതിയിലാണ് ആ വിഷയം അവിടെ മുന്നണികൾ ഉപയോഗിക്കുന്നത്? എന്തായിരുന്നു ഇന്നത്തെ പ്രതികരണങ്ങൾ? പ്രജിൻ, തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വിവിധ വിഷയങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ബക്രീദ് അവധി വിവാദമാണ് വളരെ സജീവമായി നിലമ്പൂരിൽ ഉന്നയിക്കുന്നത്. പ്രതിപക്ഷമാണ് ഈ വിഷയം കാര്യമായി ഉന്നയിക്കുന്നത്. ഭരണപക്ഷമാകട്ടെ ഇതിനെ പ്രതിരോധിക്കുന്നത് വർഗീയ വിഷം കലർത്താനുള്ള ശ്രമം എന്ന നിലയിലാണ്. ബക്രീദുമായി ബന്ധപ്പെട്ട അവധി നേരത്തെ കലണ്ടറിൽ ഉണ്ടായിരുന്നത് വെള്ളിയാഴ്ചയാണ്. പിന്നീട് മതപണ്ഡിതർ അറിയിച്ചതനുസരിച്ചാണ് ശനിയാഴ്ചയാണ് കേരളത്തിലെ ബക്രീദ് എന്നറിയിച്ചതിനെ തുടർന്ന് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ അവധി മാറ്റിയ വിവരം, നാളത്തേക്ക് അവധി മാറ്റിയ വിവരം അറിയിക്കുന്നത്. അത് 10 ദിവസം മുമ്പാണ് യഥാർത്ഥത്തിൽ ഈ ബക്രീദ് ശനിയാഴ്ചയായിരിക്കുമെന്ന കാര്യം മതപണ്ഡിതർ അറിയിച്ചത്. അപ്പോഴൊന്നും സർക്കാർ തീരുമാനമെടുത്തിരുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈ തീരുമാനമെടുത്തതിലൂടെ ഒരു ആവശ്യമില്ലാത്ത വിവാദത്തിലേക്ക് സർക്കാർ തന്നെ അതിന് വഴിയൊരുക്കുകയായിരുന്നു എന്ന് വേണം കരുതേണ്ടത്. അതിനുശേഷം പിന്നീട് രാത്രിയോടുകൂടിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിന്റെയും അറിയിപ്പ് വന്നത്. എന്നാൽ പൊതു അവധി ഇന്ന് എന്നുള്ളത്, അതായത് വെള്ളിയാഴ്ചയിലെ പൊതു അവധി ശനിയാഴ്ചയിലേക്ക് മാറ്റാൻ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇതറിയാതെ നേരത്തെ തന്നെ യാത്ര ബുക്ക് ചെയ്തിരുന്ന ദീർഘദൂരത്ത് വളരെ ദൂരെയുള്ള ആളുകളൊക്കെ അവർ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ സർക്കാരിന്റെ ഒരു തീരുമാനം വന്നപ്പോൾ അവരെ സംബന്ധിച്ചത് വലിയ ആശയക്കുഴപ്പത്തിന് ഇടയാക്കുകയും ചെയ്തു. ഒഴിവാക്കാവുന്ന ഒരു ആശയക്കുഴപ്പമാണ് ഈ നിലയിലൊരു വിവാദത്തിലേക്ക്, അതും സർക്കാർ, അതിൽ പ്രത്യേകിച്ച് പൊതുഭരണ വകുപ്പ് അത്തരമൊരു വിവാദത്തിലേക്ക് വഴിയൊരുക്കിയത് എന്ന കാര്യം പറയാതെ വയ്യ. ഏതായാലും അതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി UDF ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. സർക്കാരാകട്ടെ അതിനെ പ്രതിരോധിക്കുന്നത് വർഗീയ സമീപനങ്ങളാണ് ഇത്തരം കാര്യങ്ങളിലൂടെ ഉന്നയിക്കുന്നത് എന്നതാണ് സർക്കാർ പക്ഷം അതിനെ പ്രതിരോധിക്കുന്നത്. B ദിലീപ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.